ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര പുറപ്പെട്ടിരിക്കുന്ന ഒരു വേളയിലാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ കൂടി പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് വേണ്ടി അവിടെ എത്തിയവർക്കും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്കും ആ പുണ്യകർമ്മം മഖ്ബൂലും മബ്റൂറുമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയായതിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തുകയും മക്കളോടൊപ്പം ശിഷ്ടജീവിതം നയിക്കുവാനുമുള്ള തൗഫീഖ് അവരെല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമാറാകട്ടെ. ഹജ്ജിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ പുണ്യകർമ്മം ചെയ്യുവാനായിട്ടുള്ള ഉദ്ദേശമുള്ള സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അല്ലാഹു എളുപ്പത്തിൽ ആ ഇബാദത്ത് ചെയ്യുവാൻ അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് വഇദ് ബവ്വഅനാ ഇബ്രാഹീമ മക്കാനൽ ബൈത്ത്. അൽ ബൈത്ത് എന്ന് പറയുന്നത് കഅബത്തുള്ളയാണ്, അള്ളാഹുവിൻ്റെ ഭവനം. ആ ഭവനത്തിൻ്റെ കാര്യത്തിൽ ഇബ്രാഹിം നബിക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തുവെന്നാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, അള്ളാഹുവിൻ്റെ മസ്ജിദുകളുടെ ഒരു പവിത്രതയാണ്, അള്ളാഹുവിൻ്റെ മസ്ജിദുകൾക്ക് മാത്രമുണ്ടാകേണ്ട ഒരു വിശേഷണമാണ്, വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ആ കഅബയെക്കുറിച്ചുള്ള, ആ ഭവനത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഇബ്രാഹിം നബിക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തതിന് ശേഷമാണ് റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, അല്ലാ തുശ്രിക ബി ശൈആ, ഒന്നിനെയും പങ്കു ചേർക്കരുത്. വത്വഹിറു ബൈതിയ ലിത്വാഇഫീന വൽ ഖാഇമീന വറുക്കഇ സുജൂദ്, ആരാധന ചെയ്യുന്നവർക്ക് നിന്നുകൊണ്ടും സുജൂദ് ചെയ്തുകൊണ്ടും റുകൂഅ് ചെയ്തുകൊണ്ടും ആ ഭവനത്തിൽ വരുന്നവർക്ക് ആ മസ്ജിദിനെ നിങ്ങൾ ശുദ്ധിയാക്കി കൊടുക്കുക. ഇവിടെ ശുദ്ധിയാക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഷിർക്കിൽ നിന്നെല്ലാം മോചിതമാകപ്പെട്ട ഒരു ഭവനമായിരിക്കണം. അത് മസ്ജിദുകളുടെ ഒന്നാമത്തെ നിബന്ധനയാണ്. മസ്ജിദുകൾക്കുണ്ടാകേണ്ട ഒന്നാമത്തെ യോഗ്യതയും അതാണ്. വിശുദ്ധ ഖുർആനിലെ 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ 21-ാമത്തെ ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് കൃത്യമായി നമുക്ക് ഹൃദ്യസ്ഥമാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, നിശ്ചയമായും മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ പള്ളികളിൽ അല്ലാഹുവിനോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ചു തേടി പ്രാർത്ഥിക്കരുത്. അത് കഅബയുടെ പവിത്രതയാണ്, കഅബയുടെ പരിശുദ്ധിയാണ്. മറ്റുള്ള ലോകത്തുള്ള എല്ലാ മസ്ജിദുകളിലുമുള്ള ഒരു ഗുണവിശേഷണമാണ്. ആ പള്ളികളിൽ വച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്ത ഒരാളെയും വിളിച്ചു തേടി പ്രാർത്ഥിക്കുകയില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുടനീളം പാലിക്കേണ്ട കൃത്യമായിട്ടുള്ള ഒരു പാഠമാണ്. ജീവിതത്തിൽ അല്ലാഹുവല്ലാത്തവരെ ഒരാളെയും വിളിച്ചു തേടി പ്രാർത്ഥിക്കരുത്. അത് മസ്ജിദാകുമ്പോൾ പ്രത്യേകിച്ചും. അതാണ് ഈ ആയത്തിൻ്റെ താല്പര്യം. അതുകൊണ്ടാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഫതഹുർ റബ്ബാനി വൽ ഫൈലുർ റഹ്മാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പോലും ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായി പഠിപ്പിച്ചിരിക്കുകയാണ്. ഇജ്അൽ ഖൽബക മസ്ജിദാ,
ഒരു വിശ്വാസിയോട്, തൻ്റെ ശിഷ്യന്മാരോട് ശൈഖ് അവറുകൾ പറയുകയാണ്, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കണം. എന്താണ് ആ ഹൃദയത്തിൻ്റെ പ്രത്യേകത? ലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളിക്കുള്ള എന്തൊരു പ്രത്യേകതയാണോ അത് നിന്റെ ഹൃദയത്തിനും ഉണ്ടാകണം. ആ പള്ളികളിൽ വച്ച് അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും വിളിച്ചു തേടി പ്രാർത്ഥിക്കുകയില്ല. കമാ ഖാല അല്ലാഹു അസ്സ വജല്ല, അള്ളാഹു പറഞ്ഞതുപോലെ വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. വിശുദ്ധ ഖുർആനിലെ ആയത്താണ് ശൈഖ് അവറുകൾ എടുത്ത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊടുക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ പള്ളിയാക്കണം. ആ പള്ളിയുടെ പ്രത്യേകത, വിശ്വാസികളുടെ മനസ്സിന്റെ പ്രത്യേകത, അവിടെ വച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും, ഏത് വലിയ മഹാനായിരുന്നാലും അള്ളാഹുവിനോടൊപ്പം അവർ പ്രാർത്ഥിക്കുകയില്ല, സഹായം തേടുകയില്ല എന്ന് പറഞ്ഞ മഹാനായ ശൈഖ് അവറുകളുടെ ചരിത്രം നമുക്കറിയാം. എന്നാൽ പോലും ശൈഖ് അവറുകളെ സ്നേഹിക്കുന്നു എന്നുള്ള വ്യാജേന മുരീദന്മാർ, ഞങ്ങൾ ശൈഖിന്റെ ആൾക്കാരെന്ന് പറയുന്നവർ പോലും, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഒരു പള്ളി തന്നെ പ്രത്യേകമായിട്ടുണ്ട്. എല്ലാ മാസവും ആ പള്ളിയിൽ വ്യാഴാഴ്ചയാകുമ്പോൾ ഖുത്ബിയ്യത്ത് ഓതുക. നോക്കണം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മസ്ജിദിന്റെ വ്യതിരിക്തത പറയുകയാണ്. അള്ളാഹുവിൻ്റെ ഭവനമാണ് ആ മസ്ജിദ്. ആ മസ്ജിദിൽ വെച്ചുകൊണ്ട് എന്നോടൊപ്പം അള്ളാഹുവിൻ്റെ കൂടെ ഒരാളോടും പ്രാർത്ഥിക്കുകയില്ല. അത് ശൈഖ് അവറുകളും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ്. ശൈഖ്, വിശ്വാസികളെ, നിങ്ങളുടെ ഹൃദയത്തെ മസ്ജിദുകളാക്കണം. ആ മസ്ജിദിൽ വെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കരുത് എന്ന് ശൈഖ് അവറുകൾ പറഞ്ഞു. ആ ശൈഖിനെ തന്നെ അതേ മസ്ജിദിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു വല്ലാത്ത ഒരു ദയനീയത, നമ്മുടെ സമുദായത്തിന്റെ ആ ദയനീയതയാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ആ ശബ്ദം കേട്ടതാണ്. ഖുത്ബിയ്യത്ത് എന്ന പേരിൽ അവരെന്താ വിശ്വസിക്കുന്നത്? ഞങ്ങൾ ശൈഖ് അവറുകളെ പുകഴ്ത്തുകയാണ്, ശൈഖ് അവറുകളുടെ മദ്ഹ് പറയുകയാണ്. എന്താണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. നേതാവായവരെ ആരെയാ വിളിക്കുന്നത്? ശൈഖ് അവറുകളെ വിളിക്കുകയാണ്. ഏത് ശൈഖ് അവറുകൾ? ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതേ എന്ന് സമുദായത്തെ പഠിപ്പിച്ച ശൈഖ് അവറുകളെ തന്നെ മസ്ജിദിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ നേതാവായവരെ, എൻ്റെ സങ്കേതമായവരെ, എന്നെ സഹായിക്കുന്നവരെ, എൻ്റെ ശത്രുക്കൾക്ക് നിങ്ങൾ കേടായി നിന്നുകൊണ്ട് എന്നെ സഹായിക്കണമേ ശൈഖ് അവറുകളെ. മുജീറ ഉർലി വഖുദ് ബിയദി മദാമുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹയ്യദ്ദീനി. എൻ്റെ അഭിമാനത്തെ അങ്ങ് സംരക്ഷിക്കണം. എൻ്റെ കൈകൾ നിങ്ങൾ എക്കാലവും പിടിച്ചു വയ്ക്കണേ ശൈഖ് അവറുകളെ, എന്നെ സഹായിക്കുന്നവരെ, ശൈഖ് അവറുകളിൽ ഏറ്റവും നേതാവായവരെ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കണം. എൻ്റെ ശത്രുക്കൾക്ക് നിങ്ങൾ കേടുവരുത്തണം, എന്നെ എപ്പോഴും കൈപിടിക്കണം, എന്നെ സഹായിക്കണം എന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. തീർന്നോ? വീണ്ടും ഖുത്ബിയ്യത്തിൽ പാടുകയാണ്. ബസ്സുർ ഫുആദി സിറാത്തൻ അന്ത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലളാഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലു വലിയ്യും മുഹയ്യദ്ദീനി. കഷ്ടമാണ് സമുദായത്തിന്റെ നിലനിൽപ്പ്. അള്ളാഹുവിന്റെ സഹായം എങ്ങനെയാണ് ഉണ്ടാവുക? നോക്കൂ, അവர்கள் ശൈഖ് അവറുകളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് സഞ്ചരിച്ച നേരായ ഒരു മാർഗമുണ്ടല്ലോ, ഹിദായത്തിന്റെ ആ മാർഗം, ആ മാർഗത്തിൽ കൂടി എന്നെയും അങ്ങ് നയിക്കണം. കാരണം അതിന്റെ ഉടമസ്ഥൻ താങ്കളാണ്. നോക്കൂ സഹോദരങ്ങളെ, ഹിദായത്ത് എന്ന് പറയുന്ന ആ ഒരു കാര്യം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തില്ല. അതുകൊണ്ടാണ് പ്രവാചകരെ വിളിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ഇന്നക ലാ തഹദീ മൻ അഹബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചക, അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് നൽകുവാൻ അങ്ങെ കൊണ്ട് സാധിക്കുകയില്ല, നാം ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകും എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ ശൈഖ് അവറുകളെ സ്നേഹിക്കുന്നു എന്നുള്ള വ്യാജേന ശൈഖ് അവറുകളെ വിളിക്കുകയാണ്. ബസ്സുർ ഫുആദി, എൻ്റെ ഹൃദയത്തിന് ഉൾക്കാഴ്ച തരണം. സിറാത്തൻ അന്ത സ്വാലികുഹു, ഹിദായത്ത് എന്ന് പറയുന്ന ആ യഥാർത്ഥ സുറാത്തായ ആ മാർഗമുണ്ടല്ലോ, അങ്ങാണ് നൽകുന്നത്. ഫല്ലാഹു അഅതാകഹു, അത് അല്ലാഹു അങ്ങേക്ക് നൽകിയിരിക്കുകയാണ്. വഅൻത മാലികുഹു, അതിന്റെ ഉടമസ്ഥനും താങ്കളാണ്.
നഊദു ബില്ലാഹ്. എന്നിട്ട് പാടുകയാണ് വനജ്ജിഹി മിൻ ലദാ ഫീഹാ മഹാലികുഹു. ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന ലദാ എന്നുള്ള ഒരു നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്നും എൻ്റെ ശരീരത്തെ ശേഖവറുകളെ കാത്തുകൊള്ളണം. വിശ്വാസികളെ, ഒരു മിമ്പറിൽ നിന്നുകൊണ്ടാണ് ഇത്രയും ഗൗരവത്തോടുകൂടി ഈ കാര്യം പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ പള്ളികളാക്കണം. ആ പള്ളിയിൽ വെച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടി പ്രാർത്ഥിക്കരുത് എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയെങ്കിൽ ആ ഷേഖിനെ തന്നെ വിളിച്ചു തേടി പ്രാർത്ഥിക്കുന്ന മുരീദന്മാർ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവർക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. അർത്ഥമറിഞ്ഞും അറിയാതെയും പാടിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന ലദാ എന്നുള്ള നരകത്തിൽ നിന്നും ശൈഖ് അവറുകളെ ഞങ്ങളെ കാത്തുരക്ഷിക്കണം എന്ന് ശൈഖിനോട് വിളിച്ചു തേടി പ്രാർത്ഥിക്കുന്ന മുരീദുകൾ. ഫാത്തുമാ ബിളഅത്തും മിന്നീ, മോളെ, എൻ്റെ കരളിന്റെ കഷ്ടമാണ് മോളെ, നീ നരകത്തിൽ നിന്നും നീ തന്നെ കാത്തുകൊള്ളണം. അഷ്റഫുൽ ഖൽഖ് പൊന്നാര മകളോട് പറഞ്ഞ വസിയ്യത്താണ്, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. എങ്കിൽ ഇവിടെ പാടുകയാണ്, എല്ലാ ഹലാക്കുകളും കുടികൊള്ളിരിക്കുന്ന, ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ശരീരത്തെ നശിപ്പിക്കുന്ന ലദാ എന്നുള്ള നരകത്തിൽ നിന്നും ശൈഖ് അവറുകളെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ. അല്ലാഹുവിന്റെ ഭവനത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ ഭവനമായ മസ്ജിദുൽ ഹറാം, അതിന്റെ പ്രത്യേകതയാണ്. ഇബ്രാഹിം നബിയോട് വിളംബരം ചെയ്യുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാണ്, അല്ലാ തുശ്രിക് ബി ശൈആ, ഈ മസ്ജിദിന്റെ വ്യതിരിക്തത, ഇവർ എന്നെ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല. അതാണ് ശിർക്കിൽ നിന്നും ശുദ്ധീകരിച്ച കഅബയുടെ അവസ്ഥ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരുമ്പോൾ എത്രമാനം വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ആ വിഗ്രഹങ്ങളെ അടിക്കുകയാണ് പ്രവാചകർ. എന്നിട്ട് സൂറത്ത് ഇസ്രായിലെ 81-ാമത്തെ ആയത്ത് പ്രവാചകർ ഓതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ആ കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാ സത്യം വന്നിരിക്കുകയാണ്, അസത്യം പരാജയപ്പെടും, നിശ്ചയം പരാജയപ്പെടുക തന്നെ ചെയ്യും അസത്യം എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ട് ആ വിഗ്രഹങ്ങളെയെല്ലാം തന്റെ കയ്യിലുണ്ടായിരുന്ന കമ്പുകൊണ്ട് കുത്തുകയും അതിനെ ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ആ ഭവനത്തെ വിഗ്രഹങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയ, ശിർക്കിൽ നിന്നും സംരക്ഷിച്ച ഒരു പ്രവാചകന്റെ ചരിത്രമാണ് നാം ഈ കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായിട്ടുള്ള പാഠമാണ്. ജനങ്ങൾ അല്ലാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണ്. വിശ്വാസികളെ അതരങ്ങളിൽ നിന്നും നിർഗളിക്കുന്ന ഒരു മന്ത്രമുണ്ട്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. അല്ലാഹ്, നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. നിനക്കാണ് സർവസ്തുതിയും, നിന്നിൽ നിന്നാണ് സർവ അനുഗ്രഹവും, നിനക്കാണ് സർവ ആധിപത്യവും. അല്ലാഹുവേ, നിനക്കൊരു പങ്കാളികളുമില്ല എന്ന് സർവ മനുഷ്യരും തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് തവാഫ് ചെയ്യുന്ന ഒരവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ തൽബിയത്തല്ല എങ്കിലും വേറെ രീതിയിൽ തൽബിയത്ത് ചൊല്ലിയിരുന്ന ഒരു മനുഷ്യ സമൂഹം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ട്. ഹജ്ജിന്റെ വേളയിലാണല്ലോ നാം ഈ സന്ദേശം കേൾക്കുന്നത്. ഹജ്ജിന്റെ ഒരു അവസരമാണല്ലോ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് ഹജ്ജും ഉംറയും ചെയ്തിരുന്ന മുശ്രിക്കുകൾ അവർ ബൈത്തിനെ തവാഫ് ചെയ്യും. കഅബയെ തവാഫ് ചെയ്യുമ്പോൾ അവരും തൽബിയത്ത് ചൊല്ലിയിരുന്നതായി സ്വഹീഹ് മുസ്ലിം 1185 നമ്പർ ഹദീസിൽ കൃത്യമായി മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാനൽ മുശ്രികൂൻ, മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നു, യഖൂലൂൻ ലബ്ബൈക ലാ ശരീക ലക്. ഏതാണ് ആ മുശ്രിക്കുകൾ? ബദറിൽ പ്രവാചകരോട് യുദ്ധം ചെയ്തിരുന്ന മുശ്രിക്കുകൾ, ഉഹുദിൽ പ്രവാചകരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്ന മുശ്രിക്കുകൾ, പ്രവാചകരെ പീഡനം ഏൽപ്പിച്ചിരുന്ന മുശ്രിക്കുകൾ. ആ മുശ്രിക്കുകൾ കഅബ തവാഫ് ചെയ്യുമ്പോൾ അവർ ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹ്, നിനക്ക് നിന്റെ വിളിക്കിതാ ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുകയാണ്, നിനക്കൊരു പങ്കാളിയുമില്ല അല്ലാഹ് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം തങ്ങൾ അവരോടായി പറയും, ഖദ് വൈലക്കും, നിങ്ങൾക്ക് നാശം, ഇത് മതി, ഇവിടെ വച്ചുകൊണ്ട് നിർത്തുക. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുകയാണ് എന്ന് പറയുന്ന മുശ്രിക്കുകളെ, നിങ്ങൾക്ക് മതി, ഇവിടെ വച്ചുകൊണ്ട് നിർത്തുക എന്ന് പറയുമ്പോൾ അവഗണിച്ചുകൊണ്ട്, പ്രവാചകരെ പരിഗണിക്കാതെ ആ മുശ്രിക്കുകൾ വീണ്ടും പറയുകയാണ്, ഫയഖൂലൂൻ ലാ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഒരു പങ്കാളിയുണ്ട് അല്ലാഹ്. ആ പങ്കാളിയുടെ പ്രത്യേകത സ്വന്തമായി അവർക്ക് കഴിവുണ്ട് എന്നല്ല, അല്ലാഹ് നീ കൊടുത്ത കഴിവാണ്. നീ കൊടുത്ത കഴിവുകൾ കൊണ്ടാണ് ഇബ്രാഹിം നബി സഹായിക്കുന്നത്. നീ കൊടുത്ത കഴിവുകൾ കൊണ്ടാണ് ഇസ്മായിൽ നബി സഹായിക്കുന്നത്. നീ കൊടുത്ത കഴിവുകൾ കൊണ്ടാണ് ഈ ഇടയാളന്മാർ സഹായിക്കുന്നത്. യഖൂലൂന ഹാദാ വഹും യതൂഫൂന ബിൽ ബൈത്ത്. മുശ്രിക്കുകൾ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ അവർ ചൊല്ലിയിരുന്ന തൽബിയത്താണ്. നോക്കണം, ഇവിടെ കഴിഞ്ഞ ദിവസം പോലും ഒരു മുസ്ലിയാർ, സമസ്തയുടെ ഒരു വേണ്ടപ്പെട്ട ഒരു മുസ്ലിയാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്താണ് ശിർക്ക് എന്ന് വെച്ചാൽ, സ്വയം ഒരു വസ്തുവിന് ഉപകാരമുണ്ട്, സ്വയം ഒരു വസ്തു ഉപദ്രവം ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി തേടുന്നതാണ് ശിർക്ക് എങ്കിൽ മുശ്രിക്കുകൾ പോലും ശിർക്ക് ചെയ്തില്ല. കാരണം അവർ പറഞ്ഞിരുന്ന തൽബിയത്ത് അതിന് തെളിവാണ്. ആ മുസ്ലിയാർ എന്താ പറഞ്ഞത്? ശിർക്കാകണമെങ്കിൽ സ്വയം കഴിവുള്ള ഒരു വസ്തുവിനോട് ചോദിക്കണം. സ്വയം ഉപകാരവും ഉപദ്രവം ചെയ്യുന്ന ഒരു ശക്തിയോട് ചോദിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. മുശ്രിക്കുകളുടെ വിശ്വാസം പോലും അങ്ങനെയല്ല. ഞങ്ങൾ ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നത് ഇബ്രാഹിം നബിക്ക് സ്വന്തമായ കഴിവുണ്ട് എന്നുള്ള വിശ്വാസത്തിലല്ല, ഇബ്രാഹിം നബി സ്വന്തമായി ഉപകാരം ചെയ്യും ഉപദ്രവം ചെയ്യും എന്നുള്ള വിശ്വാസത്തിലല്ല. നേരെ മറിച്ച് നീ ഇബ്രാഹിം നബിക്ക് കൊടുക്കുന്ന കഴിവ്, നീ ഇസ്മായിൽ നബിക്ക് കൊടുക്കുന്ന കഴിവ്, ലാത്തക്കും ഉസ്സയ്ക്കും മനാത്തക്കും എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം നീ കൊടുത്ത കഴിവുകളാണ് എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നതായി സ്വഹീഹ് മുസ്ലിം 1185 നമ്പർ ഹദീസായി നാം മനസ്സിലാക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വച്ചിരുന്ന സർവ്വ ഇടയാളന്മാരെയും പ്രവാചകരുടെ കയ്യിലുണ്ടായിരുന്ന കമ്പുകൾ കൊണ്ട് അടിക്കുകയും അതിനെ കഅബയുടെ പുറത്തേക്ക് തള്ളിയെറിയുകയും ചെയ്തത് ചരിത്രമാണ്. സഹോദരങ്ങളെ, വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില ഖാന സഹൂഖാ. സത്യമിതാ വന്നിരിക്കുകയാണ്, അസത്യമിതാ പൊളിഞ്ഞിരിക്കുകയാണ്, അസത്യം പൊളിയുക തന്നെ ചെയ്യും എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ടാണ് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിയുടെ പ്രതിഷ്ഠ വലിച്ചെറിഞ്ഞത്, ഇസ്മായിൽ നബിയുടെ പ്രതിഷ്ഠ വലിച്ചെറിഞ്ഞത്. ഇതാണ് വിശ്വാസികളെ, ശിർക്കിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഭവനത്തെ ശുദ്ധീകരിച്ചത്. അത് ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ. അല്ലാഹ്, ഈ രാജ്യത്തെ ഒരു നിർഭയത്വമുള്ള രാജ്യമാക്കി നീ മാറ്റണമേ, എന്നെയും എന്റെ മക്കളെയും ശിർക്കിൽ നിന്നും മോചിതരായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണേ എന്നുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയാണ് പ്രവാചകൻ സാക്ഷാത്കരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ആ മക്കയിലെ കഅബ പുതുക്കി പണിതത് ചരിത്രമാണ്. ആരാ പുതുക്കി പണിതത്? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ. അബീജഹലും ഉത്ബത്തും അടങ്ങുന്ന മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ഓരോ ഗോത്രക്കാരോടും പറഞ്ഞത്, അല്ലാഹുവിന്റെ ഭവനമാണ്, ഈ ഭവനത്തെ നമുക്ക് വിപുലീകരിക്കണം, പൊളിഞ്ഞു കിടക്കുകയാണ്, ഇതിനെ ഒന്ന് നന്നാക്കണം എന്ന് മുശ്രിക്കുകൾ യോഗം കൂടി തീരുമാനിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്താണ് ഈ സംഭവം നടക്കുന്നത്, പ്രവാചകരുടെ 35-ാമത്തെ വയസ്സിൽ. എന്നിട്ട് അറബികളായിരുന്ന മുശ്രിക്കുകൾ ഒരു നിബന്ധന വച്ചു, ഇത് അല്ലാഹുവിന്റെ ഭവനമാണ്, ഈ ഭവനത്തിന്റെ പ്രത്യേകത ഹലാലായ വരുമാനം കൊണ്ട് മാത്രമായിരിക്കണം ഈ കഅബ പുനർനിർമ്മിക്കേണ്ടത്, ഇതിൽ പാപത്തിന്റെ ഒരു രൂപ പോലും വരുവാൻ പാടില്ല, ശിർക്കിന്റെ ഒരു ദിർഹം പോലും ഈ കാര്യത്തിൽ അല്ലാഹുവിന്റെ ഭവനം പുനർനിർമ്മിക്കുന്നതിൽ വരാൻ പാടില്ല എന്നുള്ള നിബന്ധന വെച്ചുകൊണ്ടാണ് മുശ്രിക്കുകൾ പോലും ആ കഅബയെ പുനർനിർമ്മിച്ചത്. അവസാനം പാപമില്ലാത്ത പണം തീർന്നു ഇവരുടെ കയ്യിൽ. ഇനിയുള്ള പണം പാപത്തിന്റെ പണങ്ങളാണ്, ഷിർക്കിന്റെ പണമാണ്, തിന്മയുടെ പണമാണ്, വിഭജിച്ച പണമാണ്, മദ്യപാനം നൽകിയതിന്റെ പണമാണ്. അവസാനം അവർ ഒരു എടുത്ത തീരുമാനമുണ്ട്, ഇനിയും കുറച്ച് സ്ഥലങ്ങൾ പുനർനിർമ്മിക്കുവാൻ ബാക്കിയുണ്ട്. അപ്പോൾ മുശ്രിക്കുകളുടെ നേതാവ് പറഞ്ഞു, പണി നിർത്തുക,
ഇനി നമ്മുടെ കയ്യിൽ ഹലാലായ കാശില്ല, നമുക്ക് ഷിർക്കിന്റെ കാശ് അല്ലെങ്കിൽ ഹറാമായ കാശേ ഉള്ളൂ, ബാക്കിയുള്ള പണികൾ അവിടെ കിടക്കട്ടെ എന്ന് തീരുമാനിച്ചിരുന്നത് ചരിത്രമാണ് വിശ്വാസികളെ. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. കാരണം ഷിർക്കിന്റെ ഒരു ദിർഹമോ ദീനാർ പോലും ആ പുണ്യകരമായ ഭവനത്തിൽ വന്നുകൂടാ എന്ന് റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് മുശ്രിക്കുകൾ പറഞ്ഞത്, ഇനി നമ്മുടെ കയ്യിൽ പരിശുദ്ധമായ പണമില്ല, ഇനി നമ്മൾ പണി നിർത്താം എന്നവർ തീരുമാനിച്ചിരുന്നത്. കൃത്യമായ രീതിയിൽ നാം ചരിത്രത്തിൽ നിന്നും വായിക്കുകയാണ് വിശ്വാസികളെ. ഹജ്ജിന് വിളംബരം ചെയ്തത് മഹാനായ ഖലീലുള്ളയാണ്. ഹജ്ജിന് വേണ്ടി നിങ്ങൾ ജനങ്ങളെ വിളിക്കുക. സകല മാർഗങ്ങളിൽ കൂടിയും നടന്നും മെലിഞ്ഞ ഒട്ടകത്തിൽ കൂടിയും അവർ നിന്റെ അടുക്കൽ വരും, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഇവിടെ വരും എന്ന് പറയുന്ന മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ പരിശുദ്ധമായ ഭവനത്തിന്റെ മറ്റൊരു വ്യതിരിക്തത കൂടി പറയുകയാണ്. ഹജ്ജ് ചെയ്യുവാൻ വരുമ്പോൾ വിശ്വാസികൾ ചെയ്യേണ്ട ഒരു മര്യാദയാണ്, അല്ല നിർബന്ധമാണ്. ആരാണ് ഹജ്ജ് ചെയ്യുവാൻ വരേണ്ടത്? വക്രതയില്ലാത്തവരാണ് ഹജ്ജ് ചെയ്യുവാൻ വരേണ്ടവർ. നിഷ്കളങ്കമായി കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞവരാരോ അവർ മാത്രമേ ഹജ്ജ് ചെയ്യുവാൻ വരേണ്ടതുള്ളൂ. അവരുടെ പ്രത്യേകത എന്താണ്? ശിർക്ക് ചെയ്തു പോകരുത്. ഈ ഹജ്ജിന്റെ എല്ലാ അമലുകളുടെയും പ്രത്യേകത ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും വന്നു പോകരുത്. പക്ഷേ ഹജ്ജിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, സൂറത്തു ഹജ്ജിലെ 30-ാമത്തെ ആയത്തിൽ കൂടി പറയുകയാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇവിടെ ഹജ്ജ് ചെയ്യണം, ഇഖ്ലാസോടുകൂടി നിങ്ങൾ ഇവിടെ തിരിഞ്ഞു വരണം. എന്നിട്ട് റബ്ബുൽ ഇസ്സത്ത് ആയത്ത് അവസാനിപ്പിക്കുന്നത് നോക്കൂ, വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്തു നിന്നും താഴെ വീണവനെ പോലെയാണ്. ഫതഖ്തഫഹു ത്വയ്ർ, ആകാശത്തു നിന്നും താഴെ വീണവന്റെ അവസ്ഥ എന്താണ്? പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകും. ഔ തഹ്വി ബിഹി റീഹ് ഫീ മകാനിൻ സഹീഖ്, കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും. ഒരു കൃത്യതയില്ലാതെ റാഞ്ചി കൊണ്ടുപോകും പക്ഷികൾ അവനെ. എത്ര ഉദാഹരണമാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഉദാഹരണം, എത്ര കൃത്യമാണെന്ന് നോക്കൂ. ജീവിതത്തിൽ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ നോക്കൂ, വിശ്വാസികളുടെ പോലും അവസ്ഥ. ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു, കല്യാണം കഴിഞ്ഞ ഒരു മക്കളില്ല, ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ആരോ പറയുകയാണ്, നിങ്ങൾ ഇന്ന ദർഗയിൽ ചെല്ലണം, ഒരു 10 ദിവസം അവിടെ ഭജനമിരിക്കണം. 11-ാമത്തെ ദിവസം നിരാശനാവുകയാണ്, ആ കാര്യത്തിൽ ഒരു പരിഹാരം കാണുന്നില്ല. മറ്റേയാൾ പറയുകയാണ്, ഇന്ന ദർഗയിൽ പോകൂ, അവിടെ 20 ദിവസം നിൽക്കൂ, അവിടെയും പോവുകയാണ്. 21-ാമത്തെ ദിവസം നിരാശനാവുകയാണ്, മറ്റേ സ്ഥലത്ത് പോവുകയാണ്. അല്ലാഹു ഖുർആനിൽ കൃത്യമായി പഠിപ്പിച്ചതുപോലെ ആകാശത്തു നിന്നും താഴെ വീണവനെ പോലെ കാറ്റങ്ങ് ഏത് ദിശയിലേക്കാണോ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുലയുന്നവന്റെ അവസ്ഥയാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവന്റെ അവസ്ഥയെന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, അള്ളാഹുവിന്റെ ഭവനം സന്ദർശിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ്. എത്ര സൗഭാഗ്യമാണ് വിശ്വാസികളെ അള്ളാഹുവിന്റെ തൽബിയത്ത് ചൊല്ലുന്നവരുടെ ആ ഒരു അവസ്ഥ. വിശ്വാസികളായിട്ടുള്ളവർ ഇന്ന് തൽബിയത്തിന്റെ മന്ത്രങ്ങളുമായി ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും അവിടെ പ്രയാണം തുടങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുകയാണ്. ആരോടാണ് നാം സംസാരിക്കുന്നത്? അള്ളാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നത്. നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരികളെ കാണുവാനായിട്ട് എന്തെല്ലാം കടമ്പകൾ കടക്കണം. കടമ്പകൾ കടന്നാലും ആ ഉന്നതനായ ഭരണാധികാരി ഒന്ന് സംസാരിക്കുവാൻ പോലും കൂട്ടാക്കാത്ത എത്രയോ അവസ്ഥ. ഇവിടെയാണ് ഇസ്ലാമിന്റെ വ്യതിരിക്തത, ഇസ്ലാമിന്റെ പ്രത്യേകത. പുരോഹിത മതത്തിൽ ഇടയാളന്മാരുടെ ആവശ്യമില്ല. പുരോഹിതന്മാരുടെ മതത്തിൽ ഇടയാളന്മാരുടെ ആവശ്യമുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പുരോഹിതന്മാരുടെയോ ഇടയാളന്മാരുടെയോ ആവശ്യമില്ല. മതമേധാവികൾക്ക് പലരും ദൈവത്തിന്റെ പേരിൽ കൈക്കൂലി കൊടുക്കുന്ന ഒരു ദുരവസ്ഥ ഇന്നുണ്ട്. കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് നാം സോഷ്യൽ മീഡിയകളിൽ കൂടി കണ്ടത്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതന്റെ മകൻ
എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുവാൻ പോകുമ്പോൾ ഒരു മുസ്ലിയാരെ കൂട്ടണം. ആ മുസ്ലിയാർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഒരു 500 രൂപ നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കണം. അള്ളാഹുവിന്റെ പേരിൽ കൈക്കൂലി പോലും വാങ്ങുന്ന പുരോഹിതന്മാരുടെ നാടായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഹജ്ജിന്റെ വ്യതിരിക്തത. വിശ്വാസികളെ, സിയാറത്ത് ചെയ്യുമ്പോൾ പോലും മതത്തെ കച്ചവടമാക്കുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ നാടായി അധംപതിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളം. റബ്ബിനോട് തേടുവാൻ എല്ലാ തടസ്സങ്ങളും മാറ്റി നിർത്തിയിരിക്കുകയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. കൃത്യമായി പഠിപ്പിച്ചു. അടിയാറുകളുടെയും ഉടമയുടെയും കൃത്യമായി പാഠമെന്താണ്? സ്രഷ്ടാവിന്റെയും സൃഷ്ടികളെയും ഇടയിൽ ഒരു മധ്യവർത്തിയുടെയും ആവശ്യകതയില്ലാത്ത വിധം കൃത്യമായി റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽ യുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. എന്തൊരു ആദർശമാണ് വിശ്വാസികളെ! മതപുരോഹിതന്മാരുടെ ആവശ്യമില്ലാത്ത പരിശുദ്ധ ദീനുൽ ഇസ്ലാം, സൃഷ്ടാവിനും സൃഷ്ടികൾക്കും ഇടയിൽ ഒരു ആവശ്യകതയും ഇല്ലാത്ത പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറയുടെ 186-ാമത്തെ ആയത്തിൽ കൂടി എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒരു ഇടയാളിന്റെയും ആവശ്യമില്ല, കണ്ടനാടിയേക്കാൾ സമീപസ്ഥനാണ്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇത്രയും പവിത്രമായ ഒരു മതത്തെ സൃഷ്ടാവിനും സൃഷ്ടികൾക്കും ഇടയിൽ ഒരു ഇടയാളനും ആവശ്യമില്ല എന്ന് ഖുർആനിലെ ദശക്കണക്കിന് ആയത്തുകൾ ഉണ്ടായിരിക്കെ അവിടെ പോലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കച്ചവടവൽക്കരിക്കുന്ന മതപുരോഹിതന്മാർ, അള്ളാഹുവിന്റെ ശാപം ഇവർക്കുണ്ടാകും. തേടണം റബ്ബിനോട് ഇവരുടെ ഷർറിൽ നിന്നും. ഖബർ സിയാറത്ത് ചെയ്യുവാൻ വേണ്ടി പോലും പുരോഹിതന്മാർ കാശിയുടാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ ഒരവസ്ഥയാണ് വിശ്വാസികളെ. മതപുരോഹിതന്മാരെ ഒന്ന് ചങ്ങലക്കിടണം. ഇത് വെറുതെ പറയുകയല്ല. എങ്കിൽ ഈ നാട് നന്നാകും, ഈ രാജ്യം നന്നാകും. അതിലുപരി സ്വർഗം എളുപ്പമാണ്. എന്തൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫിത്നയും മുസീബത്തും എന്നറിയുമോ സഹോദരങ്ങളെ? എന്തൊക്കെയാണ് മുസീബത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്? നാട്ടിൽ ഒരു കട, ഒരു ബക്കാല, ഒരു പഴക്കട, ഒരു സ്റ്റാഫിനെ കിട്ടുന്നില്ല. നിൽക്കുന്ന സ്റ്റാഫ് പിറ്റേന്നോ 2 ദിവസം കഴിഞ്ഞുമോ വീട്ടിൽ പോയി. ഉടനെ മുസ്ലിയാരെടുക്കൽ പോവുകയാണ്. എന്തേ എൻ്റെ മോന് കടയിൽ നിൽക്കാൻ പറ്റുന്നില്ല? മുസ്ലിയാർ പറഞ്ഞു കൊടുക്കുകയാണ്, ആ കടയിൽ ഷർറുണ്ട്, അവിടെ പോകരുത്. നഅൂദുബില്ലാ. പുരോഹിതന്മാർ ഈ മതത്തെ കച്ചവടവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഖകരമായ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയ ഒരു സംഭവം എനിക്കറിയാം. പെണ്ണിന്റെ ഉമ്മ മുസ്ലിയാരെടുക്കൽ പോവുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? മുസ്ലിയാർ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ മരുമകനുണ്ടല്ലോ പുതിയാപ്പള, ഉടനെ മരിക്കും, മാരകമായ അസുഖം പിടിച്ച് ഉടനെ മരിക്കും. പിന്നെ അമ്മായി ഒന്നും തീരുമാനിച്ചില്ല, മകളെ കൊണ്ട് ചൊല്ലിപ്പിച്ചു ത്വലാഖ്. വർഷങ്ങളായി ആ പുതുമാരൻ ഇന്ന് അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി വേറൊരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വിശ്വാസികളെ, നമ്മുടെ സമുദായത്തിലെ നമ്മുടെ വിശ്വാസം ജീർണിച്ചു കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരുടെ ഒരു അടയാളപ്പെടുത്തലാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രയെത്ര ഉദാഹരണങ്ങളാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ കൈകടത്തിക്കൊണ്ട് മതത്തെ മറ്റുള്ള മതങ്ങളെ പോലെ കച്ചവടവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ രീതിയിൽ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്, ഖാലല്ലാഹു തബാറക വ തആല, അല്ലാഹ് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിരിക്കുന്നത്? അനാ അഗ്ന ശുറകാ അനി ശിർക്ക്. ശിർക്കിനെ തൊട്ടെല്ലാം ഞാൻ ധന്യനാണ്. മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി തറകതുഹു വശുർകുഹു. ശിർക്ക് ചെയ്യുന്നവന്റെ ഒരു അമലും എനിക്ക് ആവശ്യമില്ല, അവനെയും അവന്റെ പ്രവർത്തനങ്ങളെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് സ്വഹാബാക്കളെ തെര്യപ്പെടുത്തുകയാണ്. യാ അയ്യുഹന്നാസ് ഖുദൂ അന്നി മനാസികകും. എന്നിൽ നിങ്ങൾ ഹജ്ജ് കർമ്മം പഠിക്കണം. അന്നി മനാസികകും. ഞാൻ എങ്ങനെയാണോ ഹജ്ജിന്റെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത്, ഒരു വേള ഞാൻ അടുത്ത വർഷം നിങ്ങളോടൊപ്പം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ആ ഹജ്ജിന്റെ പ്രത്യേകത എന്താണ് നാം മനസ്സിലാക്കി. ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും അതിൽ സ്പർശിക്കരുത്.
ഇന്നത്തെ ഹജ്ജ് ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്? 6-7 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് സൃഷ്ടാവിനും സൃഷ്ടികൾക്കും ഇടയിൽ ഒരു മധ്യവർത്തികളെയും വയ്ക്കരുത് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ ആ ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെടുമ്പോൾ തന്നെ മരിച്ചവരോട് തവക്കുലാക്കുന്ന ദയനീയമായ ഒരവസ്ഥ എവിടെ നിന്നുണ്ടായി? ഷിയാക്കളാണ് ഇതിന്റെ തുടക്കമിട്ടത്. അവർ ഏതെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരുടെ ഖബറിടം സന്ദർശിക്കും. കണ്ടുവല്ലോ കഴിഞ്ഞ ദിവസം ഇറാനിലെ ആത്മീയ നേതാവ്, അവരുടെ പ്രസിഡന്റ് ദയനീയമായ ഒരു അവസ്ഥയിൽ മരിച്ചത് നാം പത്രങ്ങളിലൊക്കെ കണ്ടതാണ്. അതിന്റെ അവശിഷ്ടങ്ങൾ തിരയുന്ന സമയത്ത് ആ പ്രസിഡന്റിന്റെ ശരീരത്തെ കണ്ടെത്തുകയാണ്. ആ തിരക്കിപ്പോയ ആൾക്കാർ വിളിക്കുകയാണ്, യാ ഹുസൈൻ, യാ ഹുസൈൻ. ലോകത്ത് ആദ്യമായി ഒരു പുണ്യകർമ്മം ചെയ്യുവാൻ പോകുമ്പോൾ മഹാന്മാരുടെ മഖബറകൾ സന്ദർശിച്ചുകൊണ്ട് പോവുക എന്നൊരു കർമ്മം പഠിപ്പിച്ചു കൊടുത്തത് ഷിയാക്കളാണ്. ആ ഷിയാക്കൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് പുറത്താണ് സഹോദരങ്ങളെ. അവിടെ നിന്നുകൊണ്ട് മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ 7-8 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുവാനായിട്ട് കാബയെ ലക്ഷ്യമാക്കി പോകുമ്പോൾ ആദ്യം ചെയ്യുന്ന പ്രവർത്തനം എന്താ? ഏതെങ്കിലും അറിയപ്പെട്ട ഖബർ സിയാറത്ത് ചെയ്യും. എന്തിനാ ഖബർ സിയാറത്ത് ചെയ്യുന്നത്? അവിടെ അവരുടെ ഉദ്ദേശം എന്താണ്? ഇതാ ഹജ്ജിന് പോവുകയാണ്, തിരിച്ചെത്തുന്നത് വരെ അങ്ങയുടെ കാവലുണ്ടാകണം. നോക്കണം സഹോദരങ്ങളെ, എന്ത് കാര്യമാണ് ഈ ഹജ്ജ് കൊണ്ട്, എന്ത് പുണ്യമാണ് ഈ ഹജ്ജ് കൊണ്ട് സഹോദരങ്ങളെ. മബ്റൂറായ ഒരു ഹജ്ജ് ചെയ്യുന്നവന്റെ പ്രതിഫലം പ്രവാചകർ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അല്ലാഹു പഠിപ്പിച്ച ഹജ്ജ്, പ്രവാചകർ കാണിച്ചു തന്ന ഹജ്ജ് പോലെ ഒരു വിശ്വാസിനെ ആ ഹജ്ജ് കർമ്മം ചെയ്യുകയാണെങ്കിൽ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസുകളാണ്. തെറ്റുകൾ ചെയ്യാതെ, സ്ത്രീ പുരുഷ തെറ്റായ കാര്യങ്ങളിൽ ഏർപ്പെടാതെ ആരെങ്കിലും ഒരു ഹജ്ജ് ചെയ്ത് പൂർത്തിയാക്കിയാൽ ഉമ്മ പ്രസവിച്ച അന്ന് എങ്ങനെയാണോ അതുപോലെ പാപരഹിതനായി സംശുദ്ധമായ ഒരു വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ഉടമകളായി അല്ലാഹു തആല അവരെ മാറ്റുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതാണ് വിശ്വാസികളെ ആ ഹജ്ജ്. ഹജ്ജിന് വേണ്ടി പോകാൻ ശ്രമിക്കുന്നവർ സാമ്പത്തികമായും ശാരീരികമായും എല്ലാം കൃത്യമായി അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ താമസിപ്പിക്കരുത്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശക്തമായ 1-2 ഹദീസുകൾ കേൾക്കൂ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ അതിഥികളെന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രവാചകർ പറഞ്ഞത്. ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരും വഫ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അതിഥികളാണവർ. ദഅഹും ഫഅജാബൂഹു, അവർ എന്റെ വിളിക്കാണ് അവർ ഉത്തരം നൽകിയത്. അതുകൊണ്ട് വസഅലൂഹു ഫഅതാഹും, അവർ എന്നോട് എന്ത് ചോദിക്കുന്നുവോ എന്റെ അഗതികൾക്ക് ഞാൻ നൽകും. അതുകൊണ്ട് വിശ്വാസികളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ്, അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു ഹജ്ജ്. ഫഹുജ്ജു, നിങ്ങൾ ഹജ്ജ് ചെയ്യണം. എന്നിട്ട് പ്രവാചകർ പറയുകയാണ്, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ഒരു സമയത്ത്, നമ്മുടെയൊക്കെ ചെറുപ്പ സമയത്ത് നാട്ടിൽ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ളതല്ലേ ഹജ്ജ്? അതൊക്കെ മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ചെയ്യേണ്ടതല്ലേ ആ കർമ്മം? ജീവിതത്തിലെല്ലാം അനുഭവിച്ച് മകളെ കെട്ടിച്ച് നല്ലൊരു വീടെടുത്ത് അതുപോലെയുള്ള പ്രാരാബ്ദങ്ങളൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൽ വിശ്രമിക്കുവാനുള്ള ഒരു സമയമെത്തുമ്പോഴാണ് ഹജ്ജിന് പോവുക എന്നൊരു പ്രതീതി നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ആര് പഠിപ്പിച്ചു? ഇസ്ലാം പഠിപ്പിച്ചതല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അറാദൽ ഹജ്ജ്, നിനക്ക് സാമ്പത്തികമായ റബ്ബ് തആല സൗഭാഗ്യം തന്നിട്ടുണ്ട്, ശാരീരികമായും നിനക്ക് അല്ലാഹു തആല സൗഭാഗ്യം തന്നിട്ടുണ്ട്. ഹജ്ജ് ചെയ്യുവാൻ ഇത് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്കത് ബാധ്യതയാണ്. ഫൽയതഅജ്ജൽ, പെട്ടെന്ന് ഹജ്ജ് ചെയ്യണം. 2 മോളെ കെട്ടിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഒരു വീടെടുക്കട്ടെ, എൻ്റെ കടയുടെ പണികളൊക്കെ പൂർത്തിയാക്കട്ടെ എന്നുള്ള. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ പറയുന്ന ഹദീസിൽ ചില പണ്ഡിതന്മാർ ലഈഫ് ആക്കിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പോടുകൂടി തന്നെയാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ അതിനെ സ്വഹീഹാക്കിയിട്ടുമുണ്ട്.
ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ കൊടുക്കുന്ന ഒരു ഹദീസാണ്. ആ ഹദീസിന്റെ കൃത്യമായിട്ടുള്ള പാഠം നോക്കൂ. മൻ മലക സാദം വറാഹിലതൻ തുബല്ലിഗഹു ഇലാ ബൈത്തില്ലാഹി വലം യഹുജ്ജ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയ്യൻ ഔ നസ്റാനിയ്യാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിനിക്ക് ശാരീരികമായിട്ട് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് തആല മാറ്റം കൊടുത്തിട്ടുണ്ട്. ഹജ്ജ് ചെയ്യുവാനുള്ള ആരോഗ്യമുണ്ട്, സാമ്പത്തിക ശേഷിയുമുണ്ട്, എന്നിട്ടും ഹജ്ജ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് അവൻ മരിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ശാപവാക്കുകൾ കേട്ട യഹൂദിയായിട്ട് അവൻ മരിക്കട്ടെ, ജൂതനായിക്കൊണ്ടും നസ്രാനിയായിക്കൊണ്ടും അവൻ മരിക്കട്ടെ എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വെറുതെ പറയുകയല്ല, ഒരു ആയത്ത് കൂട്ടിപ്പിടിക്കുകയാണ്. ഏതാണ് ആ ആയത്ത്? സൂറത്തു ആലി ഇംറാൻ 97-ാമത്തെ ആയത്തിന്റെ അവസാനം, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. എല്ലാ കാര്യങ്ങളും ഒത്തുവന്ന്, നേരത്തെ പറഞ്ഞ എല്ലാ നിബന്ധനകളും ഒത്തുവന്ന്, ശാരീരികമായിട്ട് ഒരു പ്രയാസവുമില്ല, അവന് സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവുമില്ല, എന്നിട്ടും ഹജ്ജ് ചെയ്യുവാൻ ഒരു താല്പര്യമില്ല, ഒരു നിഷേധാത്മകമായിട്ടുള്ള ഒരു മനസ്സിലെ ഒരു തോന്നൽ കാരണം നീ മാറ്റിവെക്കുന്നുവെങ്കിൽ, നിഷേധിക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹു തആല എല്ലാറ്റിൽ നിന്നും ധന്യനാണ്. നിങ്ങളുടെ ഒരു ഹജ്ജ് കൊണ്ട് അല്ലാഹുക്ക് പ്രത്യേകം ഒരു കാര്യമൊന്നുമില്ല. ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകരോട് ഒരിക്കൽ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അലൻ നിസാഇ ജിഹാദുൻ, സ്ത്രീകൾക്ക് ജിഹാദുണ്ടോ റസൂലേ? പ്രവാചകർ പറയുകയാണ്, നഅം ഉണ്ട്. അലൈഹിന്ന ജിഹാദുൻ ലാ ഖിതാലുൻ ഫീഹി, യുദ്ധമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അൽ ഹജ്ജ് വൽ ഉംറ. സ്ത്രീകൾക്ക് ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജും ഉംറയുമാണെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് കാണാം. വിശ്വാസികളെ എന്തിനാണ് ഈ ഹജ്ജിൻ്റെ പ്രാധാന്യം ഇത്രത്തോടെ ഗൗരവത്തോടുകൂടി പറയുന്നത്? നമ്മുടെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യുക. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ബുനിയൽ ഇസ്ലാമി അലാ ഖംസിൻ, 5 കാര്യങ്ങൾ കൊണ്ടാണ് ദീനിൻ്റെ അടിത്തറ നിലനിർത്തിയത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അല്ലാഹു തആല നമുക്ക് നിഅമത്ത് നൽകിയിട്ടും ആ ഒരു ഹജ്ജ് പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ വിശ്വാസികളെ നമ്മുടെ ഈമാനിൽ എന്തോ പുഴുക്കുത്തുണ്ട് എന്ന് നാം ഒരു സ്വയം വിമർശനം നടത്തുക. വിശ്വാസികളെ, അല്ലാഹു തആല അങ്ങനെയാണ് മരിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഗൗരവം നോക്കൂ സഹോദരങ്ങളെ. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് സുബഹും തഹജ്ജുദും ഒരുപാട് നന്മകളും ചെയ്ത് ഈ സൗഭാഗ്യമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെയാണ് മരിച്ചു പോകുന്നുവെങ്കിൽ ഇത്രയും നീചമായ ഒരവസ്ഥ അവൻ യഹൂദിയായിട്ടും നസ്രാനിയായിട്ടും മരിച്ചു പോകട്ടെ എന്ന് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് തെളിവായിട്ട് ഉദ്ധരിക്കണമെങ്കിൽ വിശ്വാസികളെ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് എന്നോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുന്നത്. സാധിക്കാത്ത അടുത്ത വർഷമെങ്കിലും അള്ളാഹുവിൻ്റെ ആ വരദാനമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയാണെങ്കിൽ റബ്ബേ നിന്റെ വിളിക്കുത്തരം നൽകുവാൻ അടുത്ത വർഷമെങ്കിലും നിന്റെ ഭവനത്തിൽ ചെന്നുകൊണ്ട് നിനക്ക് ഉത്തരം നൽകാം എന്നുള്ള ഒരു നിയ്യത്ത് നമുക്കുണ്ടാകട്ടെ സഹോദരങ്ങളെ. അതിനുവേണ്ടി മാത്രമാണ് ഈ ഹജ്ജിൻ്റെ വേളയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം നാം മനസ്സിലാക്കുന്നത്. അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ.